പത്മകുമാർ ചില കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി പറയുകയുണ്ടായി. പക്ഷെ അതൊന്നും നമുക്ക് സ്വീകാര്യമല്ല. നമ്മുടെ പാർലമെൻറ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പാർലമെൻറ്റ് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയല്ല. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനുള്ള മറുപടി നൽകേണ്ടത് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് വരുത്താതിരുന്നത് താനാണ് എന്ന് സ്പീക്കർ അഡ്മിറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. സുരക്ഷാ ഭീഷണിയാണ്. വനിതാ എം പിമാർ, പുറമേ നിന്നുള്ള പ്രതിഷേധ പ്രകടനമൊന്നുമല്ല, വനിതാ എം പിമാർ, അതും പ്രതിപക്ഷത്തുള്ളവർ, അവർ പ്രധാനമന്ത്രിക്ക് ഭീഷണിയാണ്, ശാരീരികമായ ഭീഷണി ഉയർത്തുന്നുവെന്ന് സ്പീക്കർ പറയുക, അത് പ്രധാനമന്ത്രിയെ അറിയിക്കുക, അതനുസരിച്ച് ലോക്സഭയിലേക്ക് വരാതിരിക്കുക, ഇതൊക്കെ അങ്ങേറ്റത്തെ പാർലമെൻ്ററി കോമാളിത്തരങ്ങളാണ്. ഇത്തരം ആർഗ്യുമെൻറ്റ്സ് വെച്ചുകൊണ്ട് ഈ നടപടികൾ ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ പലരുടെയും അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ മാത്രമല്ല, പ്രതിപക്ഷ നേതാവിൻ്റെയും അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു. പ്രതിപക്ഷത്തിൻ്റെ മൊത്തത്തിലുള്ള അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു. അങ്ങനെ അങ്ങേയറ്റം വിഭാഗീയമായി പാർട്ടിസനായി പ്രവർത്തിക്കുന്ന ഒരു സ്പീക്കർക്കെതിരെയുള്ള പ്രമേയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം എന്ന വാക്ക് ശരിയല്ല എന്ന് പത്മകുമാർ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം ലോക്സഭയിൽ വന്നിരിക്കുന്നു. ലോക്സഭയ്ക്ക് അത് ചർച്ച ചെയ്യേണ്ടി വരും. ആ സമയത്ത് സ്പീക്കറുടെ, ഓണറബിൾ സ്പീക്കറുടെ ആ കസേരയിൽ, ചെയറിൽ ആരിയ്ക്കും എന്ന ചോദ്യം കൂടി നമ്മുടെ മുന്നിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.